ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ദശകം 64 ഗോവിന്ദ അഭിഷേകം. ഭഗവാൻ കണ്ണൻ കുട്ടിയാണല്ലോ. ഈ 7 ദിവസം ഒരേപോലെ പർവ്വതം എടുത്ത് കുട പോലെ പിടിച്ചു. അങ്ങനെ ഇന്ദ്രന് ഇളിഭ്യനായി അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാൻ ഈ കണ്ണൻ ഈ പരമാത്മാവായ ഈശ്വരൻ തന്നെയാകുന്നു, പൂജിക്കപ്പെടേണ്ടവനാണ് എന്ന് മനസ്സിലാക്കി തത്വബോധമൊക്കെ ഉദിച്ച് ജ്ഞാനിയായി. അങ്ങനെ അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഗോവിന്ദ അഭിഷേകമാണ്. ഭഗവാനെ അങ്ങനെ അഭിഷേകം നടത്തുന്ന ഇന്ദ്രൻ, അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1, 2, 3 ശ്ലോകങ്ങൾ വായിച്ച് ഇനി 4-ാമത്തെ ശ്ലോകം വായിക്കാം. അപ്പോൾ സ്തുതിക്കപ്പെടേണ്ടവനാണെന്ന് അറിഞ്ഞ് രത്നകിരീടം കൊണ്ട് കാൽക്കൽ വച്ച് നമസ്കരിച്ചു സ്തുതിച്ച് പ്രസന്നനാക്കി ഭഗവാനെ. നമുക്ക് 4-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 4. സ്നേഹസ്നുതൈസ്ത്വാം സുരഭിപയോഭിർ ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചൽ ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോഭിരിന്ദ്രോപി ച ജാതഹർഷ. സ്നേഹസ്നുതൈസ്ത്വാം സുരഭിപയോഭിർ ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചൽ. കളിയുന്നില്ല. ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോഭിരിന്ദ്രോപി ച ജാതഹർഷ. ഒന്നുകൂടെ ചൊല്ലാം. സ്നേഹസ്നുതൈസ്ത്വാം സുരഭി പയോഭിർ, സുരഭി കാമധേനു, ഗോവിന്ദ നാമാങ്കിതം അഭ്യഷിഞ്ചൽ ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോഭിരിന്ദ്രോപി ച ജാതഹർഷ. ഇവിടെ കാമധേനുവിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്ന ഇന്ദ്രൻ. അപ്പോൾ കാമധേനു വെച്ചാൽ പശു. ഇന്ദ്രൻ്റെ പശു കാമധേനു എന്നാണ് പറയുന്നത്. സ്നേഹത്താൽ ചുരന്നൊഴുകുന്ന പാല് കൊണ്ട് ഗോവിന്ദ ഗോവിന്ദ ഭഗവാൻ കൃഷ്ണനെ വിളിക്കുക. പശു കാമധേനുവാണ്. അപ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള തിരുനാമം ജപിച്ചുകൊണ്ട് നിന്തിരുവടിക്ക്, അതായത് ഈ കണ്ണൻ കുട്ടിയാണല്ലോ, അഭിഷേകം ചെയ്തു. പാലഭിഷേകം. ആരാ? കാമധേനു, ഇന്ദ്രൻ്റെ കാമധേനു. പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞപ്പോൾ കാമധേനുവൊക്കെ വന്നല്ലോ. സുരഭി, സുരഭി എന്ന് പറയും. അതൊക്കെ കാമധേനുവിനെ ആരാ എടുത്ത? ഇന്ദ്രൻ. അതുകൊണ്ട് ആ കാമധേനു ആണ് ഇവിടെ ഇന്ദ്രൻ ഭഗവാനെ സ്തുതിച്ച് പ്രസന്നനാക്കുമ്പോൾ കാമധേനു ഐരാവതൊക്കെ ചേർന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ കാമധേനു സ്നേഹം കൊണ്ട്, ഭഗവാനുള്ള അത്രമാത്രം സ്നേഹത്താൽ ചുരന്നൊഴുകുന്ന പാലുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്തു. ഉടനെ ദേവേന്ദ്രനും ഐരാവതം കൊണ്ടുവന്ന, ദേവേന്ദ്രൻ്റെ ഐരാവതം ആന, ഐരാവതം തുമ്പിക്കൈയിൽ ജലവും കൊണ്ടുവന്ന ഗംഗാജലം. ആ കൊണ്ടുവന്ന ഗംഗാജലം കൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്തി. ആദ്യമേ കാമധേനു പാലഭിഷേകം ചെയ്തു. പിന്നെ എന്ത് കൊടുത്തു? ഐരാവതം കൊണ്ട്, ആ തുമ്പിക്കൈ കൊണ്ട് ഗംഗാജലം ഭഗവാൻ അഭിഷേകം ചെയ്തു. ഈ സംഭവം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൃഷ്ണ അമ്പലങ്ങളിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ പാലഭിഷേകവും ജലാഭിഷേകവും നടത്തുന്നത്. എൻ്റെ അച്ഛൻ ഭജനയ്ക്ക് ഒടുക്കം ഇവിടെ ഒരു ഭാഗം വായിക്കാനുണ്ട്. കൃഷ്ണ കൃഷ്ണ മഹായോഗി വിശ്വാത്മക, ഭഗവാനെ വിളിക്കുന്ന മഹായോഗിയായിരുന്ന വിശ്വാത്മക വിഷ്ണു ജഗൽ സൃഷ്ടി രക്ഷ സംഹാരക, അങ്ങനെയുള്ള പരമാത്മാവിനെ അഭിഷേകത്തിന് ആ ഒരു ഭാഗം ഒത്തിരി ഉണ്ട് വായിക്കാൻ. അത് വായിച്ചിട്ട് ഈ പാല് കൊണ്ടുവച്ചേക്കും. അങ്ങനെ ആ ഭാഗം വരുമ്പോൾ പാലഭിഷേകവും പിന്നെ തന്നോട് കൈകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആന ഐരാവതം, ഐരാവതത്തിൻ്റെ തുമ്പിക്കൈ കൊണ്ട് ജലം അഭിഷേകം നമ്മൾ തന്നെ അതായിട്ട് സങ്കല്പിച്ച് ജലമെടുത്ത് ഭഗവാന്റെ ഫോട്ടോയിലെല്ലാം ഇല്ലല്ലോ, ഫോട്ടോയിൽ അഭിഷേകം ചെയ്യും. ഇത് ഭജന ഒക്കെ ഉള്ള മാസം തോറും ഉള്ളവർ ചെയ്യുവനെയാണ്. എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ അത് എത്ര നല്ലത്. അപ്പോൾ നമുക്ക് എന്നും പാല് കിട്ടണമെന്നില്ലല്ലോ, പശുക്കറ ഉള്ളപ്പോഴല്ലേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ആ ഭജനയ്ക്ക്, എല്ലാ വീടുകളിലും ഭജന നടത്താൻ എല്ലായിടും ഉള്ളതായത്. അത് ഈ ഭാഗവതം വായിച്ചവർക്കല്ലേ അത് അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് എന്തറിയാനാ? അമ്പലത്തിൽ ചെയ്യുന്നത് എന്താ കാരണം എന്ന് ആരും അറിയുന്നില്ലല്ലോ. എല്ലാവരും പാല് കൊണ്ടുപോകും, അഭിഷേകം നടത്തും. പക്ഷേ തിരുമേനിക്കല്ലേ അവർ തിരുമേനി വെട്ടം പൊട്ടിച്ച് നമ്മളോട് പറയുന്നോ ഭാഗവതത്തിൽ ഈ കഥയുണ്ട്, അതിന് പകരമാണ് ചെയ്യുന്നത്? അവർ പറയത്തില്ലല്ലോ. അത് നമുക്ക് ഭക്തന്മാർ ചെയ്യുമ്പോൾ ഇങ്ങനെ
എനിക്കിപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തു തന്നതുകൊണ്ട് ഞാനത് അറിഞ്ഞ്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. അവിടെയും അച്ഛൻ ചെന്ന് ഇതൊക്കെ ചെയ്ത് കൊടുക്കും, ഭജന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയാം. അങ്ങനെ ആണ് സംഭവം. നമുക്കിനി 5-ാമത്തെ ശ്ലോകം വായിക്കാം. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ മകളുടെ കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞമ്മ ഇല്ല, അവരൊക്കെ ഉള്ള സമയത്തായിരുന്നു. അവരുടെ കുടുംബം മൊത്തവും സംഗീതക്കാരായതുകൊണ്ട് എന്നും കച്ചേരി നടത്തിയിട്ട് ഇങ്ങനെ രാത്രി പാലഭിഷേകവും ജലാഭിഷേകവും ഒക്കെ ചെയ്യും. അത് അച്ഛനെല്ലാം അവർക്കും അതെല്ലാം പഠിപ്പിച്ചു വെച്ചായിരുന്നു. നമുക്ക് 5-ാമത്തെ ശ്ലോകം. ജഗൽത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേപി ലഭ്യാം ശ്രിയം പ്രപേദേ ഭവത പ്രഭാവാൽ. ജഗൽത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേപ്യ ലഭ്യാം ശ്രിയം പ്രപേദേ ഭവത പ്രഭാവാൽ. അങ്ങനെ ഭഗവാന് പാലഭിഷേകവും അഭിഷേകമൊക്കെ ചെയ്തപ്പോൾ ത്രിലോകനാഥനായ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങനെയുള്ള ഭഗവാനെ നിന്തിരുവടി, അതായത് ഈ കൊച്ചു കുട്ടിയായിട്ട് സമയത്ത് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറയുവാണ്, ഭഗവാൻ അമ്പാടിയുടെ നാഥനായി അങ്ങ് അഭിഷിക്തനായ സമയത്ത്, അതായത് കുട്ടിയായിരുന്ന സമയത്താണല്ലോ അമ്പാടിയിൽ. അപ്പോൾ അന്ന് ഭഗവാൻ അവിടെ അമ്പാടിയിൽ നാഥനായി അങ്ങ് അഭിഷിക്തനായ സമയത്ത് ഭഗവാന്റെ പ്രഭാവത്താൽ, അപ്പോൾ അഭിഷിക്തനായപ്പോൾ അവിടെ ഒരുവിധം ഒന്നുകൂടെ കുട്ടി മുതിർന്നു വന്നു. അപ്പോൾ അഭിഷിക്തനായ സമയത്ത് ഭഗവാന്റെ പ്രഭാവത്താൽ അമ്പാടി സ്വർഗത്തിലും വൈകുണ്ഠത്തിൽ പോലും ലഭിക്കാനാവാത്ത ഐശ്വര്യത്തെ അമ്പാടി പ്രാപിച്ചു. അവിടെ ഭഗവാൻ അവിടെയല്ലേ വസിക്കുന്നത്, നന്ദഗോപുര അത് വ്രജത്തിൽ. അപ്പോൾ ഈ അഭിഷിക്തനായതിന് ശേഷം അവിടെ ഭഗവാനിൽ ശ്രീ മഹാലക്ഷ്മിയുണ്ട്, പരമാത്മാവായ നാരായണനാണ്. അപ്പോൾ അത് ആര് മനസ്സിലാക്കിയത്? ഇന്ദ്രൻ മനസ്സിലാക്കി. അയാൾ അജ്ഞാനമൊക്കെ മാറി അദ്ദേഹം തത്വജ്ഞാനം ഉദിച്ചു. അപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഈ കുട്ടി പൂജിക്കപ്പെടേണ്ടവനാണ്, ഭജിക്കപ്പെടേണ്ടവനാണ് എന്ന് ഇന്ദ്രന് മനസ്സിലായപ്പോഴാണ് ഭഗവാനാണെന്ന് മനസ്സിലായി. കാരണം 7 ദിവസം ഒരുപോലെ കുട പിടിച്ച് പർവ്വതത്തെ പൊക്കിക്കൊണ്ട് നിന്ന് ഭഗവാന് ആരായിരിക്കും പിന്നല്ലാതെ? അദ്ദേഹത്തിന് തത്വജ്ഞാനം ഉണ്ടായി. അങ്ങനെയാണ് ഭഗവാൻ അഭിഷിക്തനാക്കാൻ ഇന്ദ്രൻ അവിടുന്ന് ഐരാവതത്തിനെയും കാമധേനുവിനെയും കൊണ്ടുവന്ന് ആ കിരീടം കാലക്കൽ വെച്ച് സ്തുതിച്ച് നമസ്കരിച്ചു. അങ്ങനെയാണ് ഭഗവാൻ പ്രസന്നനായി അദ്ദേഹത്തിൽ, ഇന്ദ്രനിൽ. അങ്ങനെയാണ് ഇവിടെ അഭിഷേകം ചെയ്തു, ഭഗവാനെ അമ്പാടിയിൽ അഭിഷേകം ചെയ്തു. അത് ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ ത്രിലോകനാഥനായ 3 ലോകത്തിനും നാഥനായ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുവടി അമ്പാടിയുടെ നാഥനായി. അപ്പോൾ അഭിഷക്തനാകുമ്പോൾ അവിടുത്തെ പ്രധാനിയാവും, രാജാവാവും, ലോകനാഥൻ ത്രിലോകനാഥനുമാണല്ലോ. അപ്പോൾ അമ്പാടിയിൽ എല്ലാം കൊണ്ടും ഒരു നാഥനുമായി കഴിഞ്ഞു. അപ്പോഴങ്ങ് അഭിഷിക്തനായ സമയത്ത് ഭഗവാന്റെ പ്രഭാവത്താൽ, ഈ കണ്ണൻ്റെ ഈ കൊച്ചു കുട്ടിയുടെ പ്രഭാവത്താൽ അമ്പാടി സ്വർഗത്തിലും വൈകുണ്ഠത്തിൽ പോലും ലഭിക്കാനാവാത്ത ഐശ്വര്യത്തെ അമ്പാടി പ്രാപിച്ചു. ആ സ്ഥലം അത്രമാത്രം ഐശ്വര്യ സമൃദ്ധമായി. ഗോവിന്ദ പട്ടാഭിഷേകത്തിന് ശേഷം, അന്നാണ് ഗോവിന്ദ പട്ടാഭിഷേകം. ഭഗവാൻ ഗോവിന്ദൻ എന്ന് വെച്ചാൽ ഗോക്കളോടുകൂടിയാണല്ലോ ഭഗവാന്റെ അവിടുത്തെ ജീവിതം. അതുകൊണ്ട് ഗോവിന്ദ പട്ടാഭിഷേകത്തിന് ശേഷം, പട്ടാഭിഷേകം വെച്ചാൽ ഇങ്ങനെ അന്ന് ചെയ്ത കാര്യം, അത് അമ്പാടി എന്തായി ഐശ്വര്യ സമർത്ഥമായി മാറി. അത്രമാത്രം ദേവലോകത്ത് പോലും, അതാ നാഗലോകത്തോ വൈകുണ്ഠത്തിലോ ഇല്ലാത്ത വണ്ണമുള്ള ഐശ്വര്യമായി മാറിയെന്നാണ് ഇവിടെ പറയുന്നത്. ഭട്ടതിരിപ്പാട് ഇതൊക്കെ മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കുന്നു. ഈ നാരായണനായ ഈശ്വരൻ ആ കുട്ടിക്കാലത്തേ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഓർത്ത് ഇന്ദ്രൻ ലഭ്യനായി. അവസാനം ഭഗവാൻ ആരാണെന്നറിഞ്ഞു, ഈ കുട്ടി ആരാണെന്നറിഞ്ഞു. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കി ഭഗവാനെ നിത്യേന സ്തുതിക്കുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഐശ്വര്യമാകും. അത് എന്തായാലും ഇത് വെറുതെ എഴുതിയിട്ടതല്ല, അങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് വായിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി വിശ്വസിച്ച് നമ്മളും ഭഗവാനെ ദിവസേന, പാലില്ലെങ്കിലും നമുക്ക് പറയാം, ഭഗവാനെ പാലും ഒന്നുമില്ല, ചെയ്യാൻ അറിഞ്ഞുകൂടാ, മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. ഇങ്ങനെ പുരാണത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഞാനും എന്ന് സന്ധ്യയ്ക്ക് നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഭഗവാനെ
ഈ പാലഭിഷേകം ചെയ്യുന്നു. ഭഗവാനേ, ജലം കൊണ്ട് ഐരാവതത്തിൻ്റെ ആ തുമ്പിക്കൈയിലുണ്ടാകുന്ന ജലം നമ്മുടെ കൈ കൊണ്ട് അതാണെന്ന് സങ്കല്പിച്ച്, ഐരാവതാണ് സങ്കല്പിച്ച് നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്താൽ നമുക്കും എത്രമാത്രം സ്നേഹത്തോടെ, കാമധേനു എങ്ങനെയാ അത്രത്തോളം പ്രേമത്തോടെ പാല് ചുരന്നൊഴുകിയാണ് പാലഭിഷേകം ചെയ്തത്. ആ ആന ജലം ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന് ആ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കണം. നമ്മളും അങ്ങനെ ആകണം. വെറുതെ നമുക്കിതൊന്നും അറിവില്ലാതെ കിടന്ന് അലഞ്ഞ് ഉഴന്ന് നമ്മൾ വിഷമിച്ച് എങ്ങും എത്തപ്പിടിക്കാൻ വയ്യാത്തവണ്ണം ഉഴന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല എന്നുള്ളതാണ്. എത്ര വായിച്ചാലും നമ്മൾ മനസ്സിലാക്കുന്നില്ല, എത്ര കഥ കേട്ടാലും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഹൃദയം ഒന്ന് ഒരു നൊമ്പരം വരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞ് ഭഗവാനെ അറിവില്ല, അറിവില്ല, ഒരറിവുമില്ല, നമുക്കിതൊക്കെ, എനിക്കും ഇതൊക്കെ ചെയ്യണം ഭഗവാനെ, ഞാനും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മക്കളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. സർവ്വ സമ്പൽ സമൃദ്ധിയാകും. നമ്മുടെ ഭവനവും നമ്മുടെ ചുറ്റുപാടും എല്ലാ ഐശ്വര്യം കൊണ്ട് നിറയും. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.